ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ട് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫാക്ടറിംഗ് ഓഫ് റിസീവബിൾസ്. വെൽക്കം ടു എൻട്രിയൽ വിത്ത് ACCA's ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് IFRS 9 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ലാസ്റ്റ് സെക്ഷനാണ്. സോ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റ് എങ്ങനെയാണ്, ലയബിലിറ്റി എങ്ങനെയാണ്, ഇക്വിറ്റി എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പഠിച്ചു അല്ലേ. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീ റെക്കഗ്നിഷനാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഈ ഫിനാൻഷ്യൽ അസറ്റും ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇതൊക്കെ എപ്പോഴാണ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ഇനി മുതൽ റെക്കഗ്നൈസ് ചെയ്യണ്ട. ഓക്കെ, അത് എപ്പോഴാണെന്നുള്ളത്. A financial asset should be de-recognized if one of the following has occurred. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? De-recognize ചെയ്യണം. The contractual rights has expired. For example, an option held by the entity has lapsed and become worthless. നമ്മൾ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു കോൺട്രാക്ച്വൽ റൈറ്റ് ഉണ്ട് ഒരു ഫിനാൻഷ്യൽ അസറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടാൻ, ക്യാഷ് ഇങ്ങോട്ട് കിട്ടാനോ, അതിനൊക്കെ ഒരു കോൺട്രാക്ച്വൽ റൈറ്റ് ഉണ്ട് അല്ലേ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ കയ്യിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ആ ഓപ്ഷൻ എന്തായി? എക്സ്പയർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ അസറ്റ് കിട്ടുമോ? ഇല്ല, എക്സ്പയർ ആയില്ലേ. സോ നമ്മുടെ ആ ഒരു കോൺട്രാക്ച്വൽ റൈറ്റ് എക്സ്പയർ ആയാൽ അല്ലെങ്കിൽ ലാപ്സ് ആയി പോയാൽ അതായത് ഇനി അത് കിട്ടില്ല. പിന്നെ the financial asset has been sold and substantially all the risk and rewards of ownership has been transferred from the seller to the buyer. നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ അസറ്റ് നമ്മൾ സെല്ല് ചെയ്ത, ഇനി അങ്ങോട്ട് സെല്ല് ചെയ്ത, കൺട്രോൾ അവർക്ക് പാസ് ചെയ്ത, പിന്നെ അതിൽ നിന്നുള്ള റിസ്ക്കും റിവാർഡും എല്ലാം ആർക്കാണ്? ആ ബയ്യറിനാണ്, നമുക്കല്ലല്ലോ. സോ അങ്ങനെ നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ് സെല്ല് ചെയ്താൽ, സോ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അസറ്റ് ഡീ റെക്കഗ്നൈസ് ചെയ്യണം. ഇനി റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ SFPയിൽ അത് കാണിക്കാൻ പാടില്ല. Okay. If an entity has retained substantially all of the risk and rewards of a financial asset, then it should not be de-recognized, even it has been legally sold to entity. ഒരു സെയില് നടക്കണം അല്ലെ, ഒരു സെയില് നടക്കണമെങ്കിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൺട്രോൾ എന്താവണം? ട്രാൻസ്ഫർ ആവണം അല്ലെ, എന്നാൽ മാത്രമേ അത് നമുക്ക് റവന്യൂ ആയിട്ട്, ആ സെയിൽ നടന്ന റവന്യൂ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ ലീഗലി ഓക്കെ സെയില് ചെയ്തു, അത് സോൾഡ് ആണ്, ബട്ട് സ്റ്റിൽ അതിൻ്റെ റിസ്ക്കും റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് തന്നെ കിടക്കുന്നത്. ആ സിറ്റുവേഷനിൽ നമ്മൾ അതെന്ത് ചെയ്യേണ്ട? ഡീ റെക്കഗ്നൈസ്, അങ്ങനെ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റിൽ അതിൻ്റെ റിസ്ക്കും റിവാർഡ്സും ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ്. ഓക്കെ. ഇനി ഫിനാൻഷ്യൽ ലയബിലിറ്റി എപ്പോഴാണ് ഡീ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ലയബിലിറ്റി ഷുഡ് ബി ഡീ റെക്കഗ്നൈസ്ഡ് വെൻ ദി ഒബ്ലിഗേഷൻ ഇസ് ഡിസ്ചാർജ്ഡ്, ക്യാൻസൽഡ് ഓർ എക്സ്പയർഡ്. കാരണം ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ബാധ്യതയുണ്ട്, ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. സോ ആ ഒബ്ലിഗേഷൻ എക്സ്പയർ ആയി, കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ക്യാൻസൽ ആയി, അത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. ആ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇല്ലല്ലോ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡീ റെക്കഗ്നൈസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയതായിട്ട് നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഫാക്ടറിംഗ് ഓഫ് റിസീവബിൾസ്. സോ എന്താണ് ഈ ഫാക്ടറിംഗ് ഓഫ് റിസീവബിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിസിനസ് നടത്തുന്നുണ്ട്, നമ്മളൊരു കമ്പനിയാണ്. നമ്മുടെ SOFPയിലാണെങ്കിൽ ഒരു 2-3 വർഷമായിട്ട് കിടക്കുന്ന റിസീവബിൾസ് ആണ് ഒരു 100,000 റിസീവബിൾസ് കിടക്കുക. അതാണെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ പോയി നടന്ന് റിസീവബിൾസ് എല്ലാവരും ഇങ്ങോട്ട് വന്ന് വേഗം തരുമോ? ചിലപ്പം ഇല്ല. ചിലതൊക്കെ ഇങ്ങനെ കുറേ ടൈം എടുത്ത് ബാക്കിൽ ഒരുപാട് ഫോളോ അപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം നമുക്കത് കിട്ടാൻ. സോ ഈ ഒരു 100,000 റിസീവബിൾസ് 2-3 വർഷമായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുകയാണ്, അത് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? വേറൊരു പാർട്ടിക്ക്, ഒരു കൊട്ടേഷൻ ടീം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു ഗുണ്ടയൊക്കെ പോലെ ഒരു കൊട്ടേഷൻ ടീമിന് എന്ത് ചെയ്തു? ഓക്കെ, കൊട്ടേഷൻ ടീമിനോട് നമ്മൾ പറയാണ്, ഇത്ര എനിക്ക് റിസീവബിൾസ് കിട്ടാനുണ്ട്, ഒരു 100,000. സോ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഇതിൻ്റെ എന്ത് ചെയ്തു? ബില്ലും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്തു. എന്നിട്ട് ഇയാളോട് പറയാണ്, ഇനി ഇത് നിങ്ങളുടെ ലയബിലിറ്റി ആണ്. ഓക്കെ, ഈ റിസീവബിൾസ് കളക്ട് ചെയ്യാനുള്ള ലയബിലിറ്റി ഇനി നിങ്ങളതാണ്, നിങ്ങൾ ഇത് എടുത്തോ എന്ന് പറയാണ്. ഓക്കെ, ഈ 100,000 അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് പറയാണ്, ഇനി നിങ്ങൾ എടുത്തു, ഇനി ഇത് കളക്ട് ചെയ്യാനുള്ള ലയബിലിറ്റി നിങ്ങളാണ്. അപ്പം ഇയാൾ പറയാണ്, ഓക്കെ, അപ്പം ഇത് കളക്ട് ചെയ്ത 100,000 ആർക്കാണ്? ഇയാൾക്ക് തന്നെയാണ്, ഈ കൊട്ടേഷൻ ടീമിന് തന്നെയാണ്. ഓക്കെ, ഇയാൾക്കാണ്. ഇനി അതിന് പകരം ഇയാൾ എന്ത് കൊടുക്കുകയാണ്? ഒരു അഡ്വാൻസ് അല്ല, ഇയാൾ എന്ത് ചെയ്യാണ്? കാരണം എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണമല്ലോ. ഒരു 95,000 ഈ ഓണർക്ക് കൊടുക്കുകയാണ്. ഇനി ഇത് തമ്മിൽ ഇയാൾക്കൊരു ബന്ധമില്ല, നമ്മുടെ കമ്പനിക്കൊരു ബന്ധമില്ല. കാരണം ഇതിന് കിട്ടിയ ആർക്കാണ്? ഇവരെടുത്തോ, അതിന് പകരം ഇവർ നമുക്കിപ്പോൾ എന്ത് തരാണ്? ഒരു 95,000 തരാണ്. ബാക്കി ഒരു 5,000 ഇവരൊരു
കമ്മീഷൻ പോലെയോ ഫീ പോലെയോ, കാരണം കളക്ഷൻ്റെ ആ ഒരു കമ്മീഷനോ ഫീ ഉണ്ടാവുമല്ലോ, അതായിട്ട് അവർ ജസ്റ്റ് കീപ്പ് ചെയ്യാണ്. പക്ഷേ എനിക്ക് 100,000 കിട്ടിയ ആർക്കാണ്? ഇയാൾക്കാണ്. ബേസിക്കലി ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയാം? ഫാക്ടറിങ് ഓഫ് റിസീവബിൾസ് എന്ന് പറയാം. പിന്നെ ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ള കാര്യം, റിസ്ക് ആരടുത്ത് കിടക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സോ അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ പോവാം. സോ ഫാക്ടറിങ് ഓഫ് റിസീവബിൾസ്. Factoring of receivables is where a company transfers its receivable balance to another organization, a factor. അപ്പം നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്ത കൊട്ടേഷൻ ടീം അല്ലെങ്കിൽ ഒരു ഗുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അവരാണ് ആര്? ഫാക്ടർ. ഓക്കെ, ആ ടീമാണ് ഈ ഫാക്ടർ ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ ഫാക്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ആൻഡ് റിസീവ്സ് ആൻഡ് അഡ്വാൻസ് ഓൺ ദ വാല്യൂ ഓഫ് ദോസ് റിസീവബിൾസ് ഇൻ റിട്ടേൺ. അതിന് പകരം ഇവരൊരു അഡ്വാൻസും വാങ്ങിക്കുന്നു. സോ ഇതാണ് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ് ബേസിക്കലി എന്ത്? ഫാക്ടറിങ് ഓഫ് റിസീവബിൾസ് എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ്. പക്ഷെ ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താണ്? ഹൂ ബെയർസ് ദ റിസ്ക് ഓഫ് സ്ലോ പേയ്മെന്റ് ആൻഡ് ഇർറിക്കവറബിൾ ഡെപ്റ്റ്സ്. ഇവിടെ ആരൊക്കെയാണ് റിസ്ക് കിടക്കുന്നത്? ഫാക്ടറിൻ്റെ അടുത്താണോ അല്ല നമ്മൾക്കാണോ, നമ്മളെ ബിസിനസ്സിനാണോ? എവിടെയാണ് റിസ്ക് കിടക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഓക്കെ, a sale of receivables with recourse means that the factor can return any unpaid debts to the business, meaning the business retains the risk of irrecoverable debts. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 1 lakh ഓക്കെ നിങ്ങൾ എടുത്തോന്ന്, കിട്ടിയാൽ നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പം അവിടെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ഇതിൽ പറയാണ്, കിട്ടാണ്ട് ഏതെങ്കിലും റിസീവേഴ്സ് കിട്ടാണ്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യത ആർക്ക് തന്നെയാണ്? നമ്മൾക്ക് തന്നെയാണ് അതിനുള്ള ബാധ്യത. ഇറിക്കവറബിൾ ആയിട്ട്, അതായത് കിട്ടാണ്ട് കിടക്കുന്ന ഡെപ്സിന്റെ ബാധ്യത ആർക്കാണ്? നമ്മുടെ ബിസിനസ്സിന് തന്നെയാണ്. ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിനാണ് നമ്മൾ ഫാക്ടറിങ് ഓഫ് റിസീവബിൾസ് വിത്ത് റീകോഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി വിത്ത് റീകോഴ്സിൽ നമ്മുടെ റിസ്ക് ആർക്കാണ്? ബിസിനസ്സിനാണ് റിസ്ക് കിടക്കുന്നത്. വിത്ത് റീകോഴ്സ് ആണെങ്കിൽ റിസ്ക് വിത്ത് ബിസിനസ് ആണ്. സോ ഇതാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ബിസിനസ്സിനാണ് റിസ്ക് എങ്കിൽ അതൊരു വിത്ത് റീകോഴ്സ് അറേഞ്ച്മെന്റ് ആണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദ ട്രാൻസാക്ഷൻ ഈസ് ട്രീറ്റഡ് ആസ് എ സെക്യൂർഡ് ലോൺ അഗെയിൻസ്റ്റ് ദ റിസീവബിൾസ് റാദർ ദാൻ എ സെയിൽ. ഇവിടെ നമ്മൾ ഓക്കെ റിസീവബിൾസ് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു സെയിൽ നടത്തിയതുപോലെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ കിട്ടിയ എമൗണ്ട് ജസ്റ്റ് ഒരു ലോൺ, അതായത് നമുക്ക് ആ ഒരു 95,000 കിട്ടിയിട്ടുണ്ടാവില്ലേ, ആ കിട്ടിയ എമൗണ്ട് നമ്മളൊരു ലോൺ പോലെ വേണം കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ആ റിസീവബിൾസ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമുക്കിനി ഓക്കെ നമ്മളത് കൊടുത്തു കഴിഞ്ഞു, ഇനി ആ റിസീവബിൾസ് നമുക്കില്ല എന്നിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, റിസീവബിൾസ് സ്റ്റിൽ നമ്മൾ SOFPയിൽ കാണിക്കണം. പിന്നെ നമുക്ക് ആ ഒരു അഡ്വാൻസ് പോലെ കിട്ടിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ലോണായിട്ടും കൺസിഡർ ചെയ്യണം. ഇതാണ് വിത്ത് റീകോഴ്സ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി വിത്തൗട്ട് റീകോഴ്സ് എന്ന് പറയുമ്പോൾ ആർക്കായിരിക്കും റിസ്ക്? വിത്ത് റീകോഴ്സിൽ ബിസിനസ്സിനാണ് റിസ്ക്, അപ്പോൾ വിത്തൗട്ട് റീകോഴ്സിനാകുമ്പോൾ ഫാക്ടർക്കായിരിക്കും റിസ്ക് അല്ലേ? A sale of receivables without recourse means the factor bears the risk of irrecoverable debt. So without recourse ആണെങ്കിൽ ആർക്കാണ് റിസ്ക്? ഫാക്ടറിനാണ് റിസ്ക്. വിത്തൗട്ട് റീകോഴ്സിൽ ഫാക്ടറിനാണ് റിസ്ക്. In this case, this is usually treated as a sale and the receivables are removed from the entity's financial statement. ഇതൊരു സെയിൽ പോലെ, ഓക്കെ, നമ്മളൊരു സെയിൽ, ആ റിസീവബിൾസ് നമ്മൾ കൊടുത്തു, ഒരു സെയിൽ പോലെ കൺസിഡർ ചെയ്യണം. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇനി ആ റിസീവബിൾസ് നമ്മൾ SOFPയിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അവിടെ നമ്മുടെ ബാധ്യത കഴിഞ്ഞു. ആ റിസീവബിൾസ് ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല? റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ട്രീറ്റ്മെന്റ്. ബേസിക്കലി എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. പിന്നെ വിത്ത് റീകോഴ്സ് ആണെങ്കിൽ ബിസിനസ്സിനാണ് റിസ്ക്, വിത്തൗട്ട് റീകോഴ്സിനാണെങ്കിൽ നമ്മുടെ ഫാക്ടറിനാണ് റിസ്ക് വരുന്നത്. സോ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. An entity has an outstanding receivables balance with a major customer amounting to 12 million. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസീവബിൾ ആണല്ലേ, 12 million ആണ് റിസീവബിൾസ് കിടക്കുന്നത്. And this was factored to finance company on 1st September 2007. The terms of factoring were. എന്നിട്ട് ഇത് ആർക്ക് നമ്മൾ എന്ത് ചെയ്തു? 12 million, ഒരു ഹ്യൂജ് എമൗണ്ട് ആണല്ലേ, മേജർ കസ്റ്റമറും ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിക്ക് ഒരു ഫാക്ടറിനെ ഏൽപ്പിച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള ടേംസ് എന്താണ്? Finance company will pay 80% of the gross receivable outstanding account to the entity immediately. So ഈ ഫിനാൻസ് കമ്പനി എന്ത് ചെയ്തു? ഓക്കെ, 12 million റിസീവബിൾസ് കിട്ടാനല്ലേ, അപ്പോൾ ഈ 12 millionന്റെ 80% അവരെന്ത് ചെയ്തു? നമുക്ക് തന്നു. 80% എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര വരും? 12 into 80% എന്ന് പറയുമ്പോൾ ഒരു 9.6 million വരും അല്ലേ?
സോ ഈ 9.6 million ഈ ഫിനാൻസ് കമ്പനി എന്ത് ചെയ്തു, നമുക്ക് തന്നു. ഓക്കെ ആണല്ലോ ഇതുവരെയുള്ള ഡാറ്റ. ദ ബാലൻസ് വിൽ ബി പെയ്ഡ് ലെസ് ദ ചാർജസ് ബിലോ. സംവാട്ട് കുറച്ച് ചാർജസ് ഉണ്ട്. വെൻ ദ ഡെപ്റ്റ് ഇസ് കളക്റ്റഡ് ഇൻ ഫുൾ. ബാലൻസ് എപ്പോഴും മാത്രമേ തരുള്ളൂ, നമ്മൾ ഈ ഡെപ്റ്റ് ഫുള്ളായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാക്കി ബാലൻസ് എമൗണ്ട് നമുക്ക് തരുള്ളൂ. ഓക്കെ. Any amount of the debt outstanding after 4 months will be transferred back to the entity at its full book value. So 4 months കഴിഞ്ഞിട്ടും റിമൈനിങ് ആയിട്ടുള്ള ഡെപ്റ്റ് എന്താ ചെയ്യുന്നതെന്നാ പറയുന്നത്, ആഫ്റ്റർ 4 months will be transferred back to the entity at its full book value. അത് തിരിച്ച് നമുക്ക് തന്നെ കിട്ടുന്ന പറയുന്നത്. അതായത് ഇറിക്കവറബിൾ ഡെപ്റ്റിന്റെ റിസ്ക് ബേസിക്കലി ഇവിടെ ആർക്കാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബേസിക്കലി ഇവിടെ റിസ്ക് ഫാക്ടറിനാണോ? അല്ല, നമ്മൾ ബിസിനസ്സിന് തന്നെയാണ് റിസ്ക് കിടക്കുന്നത്. സോ ഇത് ബേസിക്കലി ഒരു വിത്ത് റീകോഴ്സ് അറേഞ്ച്മെന്റ് ആണ് അല്ലേ. കാരണം ഇവിടെ ഇത്രയും മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ബാക്കി എമൗണ്ട് ഒന്നും കിട്ടൂല, റിസ്ക് നമ്മളെടുത്താ കിടക്കുന്നത്. ഫിനാൻസ് കമ്പനി വിൽ ചാർജ് 1% പെർ മന്ത് ഓഫ് ദി നെറ്റ് എമൗണ്ട് ഓവിങ് ഫ്രം ദ എൻറ്റിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഇവരെത്രയാണ് ഇവരെ ചാർജ്? നമ്മുടെ നെറ്റ് എമൗണ്ടിന്റെ 1%. അതായത് നമ്മൾക്കിപ്പോൾ ഉള്ള നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 9.6 million ആണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ 9.6 million 1% എല്ലാ മാസവും ഇവർക്ക് എന്തായിട്ട് പോകും? ചാർജ് ആയിട്ട് പോകും. അതായത് 9.6 into 1% എന്ന് പറയുമ്പോൾ 0.096 അറൗണ്ട് എത്ര വരും? ഇത്ര എമൗണ്ട് ഇവർ ചാർജ് ആയിട്ട്, അതായത് 9.6ന്റെ 1% ചാർജ് ആയിട്ടും പോകും. ഫിനാൻസ് കമ്പനി ഹാഡ് നോട്ട് കളക്റ്റഡ് എനി ഓഫ് ദി ഫാക്ടേർഡ് റിസീവേഴ്സ് എമൗണ്ട് ബൈ ദ ഇയർ എൻഡ്. ഇയർ എൻഡ് ആകുമ്പോഴേക്കും ഇവരൊന്നും കളക്ട് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. Okay, the entity debited the cash from finance company to its bank account and removed the receivables from its account. ഇവർ ഇത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്തത്? ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിത്തൗട്ട് റീകോഴ്സ്, അതായത് ഫാക്ടറിനാണ് റിസ്ക് എന്നുള്ള നിലയിൽ ഈ കിട്ടിയ എമൗണ്ട് ഇവർക്ക് ക്യാഷ് കിട്ടി, ഇവർക്ക് ബാങ്കിലേക്ക് കിട്ടി, ഇവർ എന്നിട്ട് ആ റിസീവബിൾസ് ആണെങ്കിൽ എന്ത് ചെയ്തു? റിമൂവും ചെയ്തു. അതായത് ഇവർ ബേസിക്കലി ഒരു വിത്തൗട്ട് റീകോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത് ആക്ച്വലി വിത്തൗട്ട് റീകോഴ്സ് ആണോ? അല്ല, ശരിക്കും ഇതൊരു വിത്ത് റീകോഴ്സ് അറേഞ്ച്മെന്റ് ആണ്. ഇറ്റ് ഹാസ് പ്രൂഡൻലി ചാർജ് ദ ഡിഫറൻസ് ആസ് ആൻ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്. അപ്പോൾ ഈ ബാങ്കും ആ റിസീവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്തു? ഇവരൊരു അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ആക്കിയിട്ടും കാണിച്ചു. ഇതാണ് ഇവരിപ്പം ബുക്സിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ശരിയാണോ? അല്ല, കാരണം ഇതൊരു വിത്ത് റീകോഴ്സ് ആണ്. ഇപ്പോൾ റിസീവബിൾസ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, SFP റിമൂവ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവരതൊക്കെ റിമൂവ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണെങ്കിലും ഓക്കെ ഇവർക്ക് ബാങ്കിലേക്ക് കിട്ടിയതായിട്ടൊക്കെ കാണിച്ചു. ഇങ്ങനെ കാണിക്കാൻ പറ്റൂല ശരിക്കും. How should this arrangement be accounted for in the financial statements for the year ended 30th September 2007? So basically ഒരു വിത്തൗട്ട് റീകോഴ്സ് എന്ന് പറയുമ്പോൾ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് വരിക? ബാങ്കിൽ ഡെബിറ്റ് ചെയ്യണം, റിസീവബിൾസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ഡിഫറൻസ് നമ്മൾ SOPL കാണിക്കണം. ഇവരിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. ബാങ്കിൽ അത്രയും എമൗണ്ട് 12 million ഡെബിറ്റ് ചെയ്തു. ബാങ്കിൽ 9.6 million ആണല്ലോ കിട്ടിയത്. ഈ 9.6 million ഇവർ എന്ത് ചെയ്തു? ബാങ്കിലേക്ക് ഡെബിറ്റ് ചെയ്തു. പിന്നെ ഇവരെ കയ്യിലുള്ള റിസീവബിൾസ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. റിസീവബിൾസ് റിമൂവ് ചെയ്തെന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എന്ത് ചെയ്തു? SOPL അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ കാണിച്ചു. ഡെബിറ്റ് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിൽ കാണിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ അറേഞ്ച്മെന്റ് ശരിയല്ല. കാരണം ഇതെന്തല്ല, വിത്തൗട്ട് റീകോഴ്സ് അല്ല, ഇതൊരു വിത്ത് റീകോഴ്സ് അറേഞ്ച്മെന്റ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവർ ഈ തെറ്റായിട്ട് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എന്താക്കണം? ഒന്ന് ശരിയാക്കണം. ഓക്കെ, സോ ഇവിടെ ബാങ്ക് ഇവരയിൽ എത്രയുണ്ട്? 9.6 million ഇട്ടിട്ടുണ്ട്. റിസീവബിൾസ് ആണെങ്കിൽ 12 million ഇട്ടിട്ടുണ്ട്. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ 2.4 million ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവരിപ്പെട്ടുള്ളത്. ഇത് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? തിരുത്താം. കാരണം ഇത് വിത്ത് റീകോഴ്സ് ആണല്ലോ, റിസീവബിൾസ് ഒന്നും റിമൂവ് ചെയ്യാൻ പറ്റൂലല്ലോ. തിരുത്താൻ വേണ്ടിക്ക് നമുക്ക് ഡെബിറ്റ് റിസീവബിൾസ് എന്ത് ചെയ്യാം? 12 million റിസീവബിൾസ് ഡെബിറ്റ് ചെയ്യുക, തിരിച്ച് 12 million. പിന്നെ ലോൺ എമൗണ്ട് എന്ത് ചെയ്യുക? അത്രയും ബാങ്കിൽ അത്ര കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് പക്ക എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ലോണായിട്ട് 9.6 million കാണിക്കണം. പിന്നെ ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്ത സാധനം നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കുക? 2.4 million കാണിക്കുക. അങ്ങനെ തിരുത്താം. പിന്നെ ഇവിടെ ലോൺ ആവുമ്പം ഒബ്വിയസ്ലി അതിൻ്റെ മേലെ ലോണാണ്. പിന്നെ ഒബ്വിയസ്ലി പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊരു ഇൻട്രസ്റ്റ് ചാർജ്, ഒരു ഫീ പോലെ 1% വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 9.6 into 1%. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു എക്സ്പെൻസ് അല്ലേ, നമ്മൾ SOPL കാണിക്കേണ്ടതല്ലേ? സോ അത് നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 0.096 million എന്ന് കാണിക്കാം.
പിന്നെ ഇത് നമ്മൾ പേ ചെയ്തിട്ടില്ല, ഒരു അക്രൂഡ് എക്സ്പെൻസ് ആണ്, നമുക്ക് കൊടുക്കാനുണ്ട്. സോ ക്രെഡിറ്റ് അക്രൂഡ് എക്സ്പെൻസ് 0.096 മില്യൺ എന്ന് കാണിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സോ ബേസിക്കലി നിങ്ങൾ ഫസ്റ്റ് റിസ്ക് ആരടുത്താണെന്നുള്ളത് ആ സിനാരിയോ വെച്ചിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് അവരൊരു റോങ് അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് അത് എന്ത് ചെയ്യേണ്ടി വന്നു, തിരുത്തേണ്ടി വന്നു. തിരുത്തിയിട്ട് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ചാർജ് കൊടുക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു. സോ നമ്മളെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ള സെക്ഷൻ ഈ ഒരു ടോപ്പിക്കോടെ എന്താണ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.